ദില്ലി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം ദില്ലി റോസ് അവന്യൂ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യം നൽകരുതെന്ന ഇഡിയുടെ ആവശ്യം കോടതി തള്ളുകയായിരുന്നു. ജിൽബി തോംസൺ ചേരുകയാണ്. ജിൽബി, സുപ്രധാനമായ ഒരു ഇടപെടലും ജാമ്യ വാർത്തയുമാണ് വരുന്നത്. കോടതിയിൽ നടന്ന വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇഡി ഉന്നയിച്ച കാര്യങ്ങൾ എന്തൊക്കെ? കോടതിയുടെ നിരീക്ഷണങ്ങൾ. അസിത, മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ദില്ലി റോസ് അവന്യൂ കോടതി ജഡ്ജി ന്യായ് ബിന്ദുവാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യത്തുകയായി 1 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്തായാലും ഇഡിയുടെ കടുത്ത എതിർപ്പിനെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കോടതി. കാരണം ഈ ജാമ്യ ഉത്തരവ്, അതായത് ഇന്ന് റോസ് അവന്യൂ കോടതിയിൽ വലിയ രീതിയിലുള്ള വാദങ്ങൾ ഈ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. അതിനുശേഷം വിധി പറയാനായിട്ട് മാറ്റിവെക്കുകയും മുഖ്യമായിരുന്നു. ഈ ജാമ്യ ഉത്തരവ് 48 മണിക്കൂർ നേരത്തേക്ക് സ്റ്റേ ചെയ്യണമെന്ന് ഇഡി കോടതിയോട് ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. ജാമ്യത്തിൽ യാതൊരു സ്റ്റേയും ഇല്ലെന്ന് ഈ സ്പെഷ്യൽ ജഡ്ജി ന്യായ് ബിന്ദു അറിയിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതായത് കോടതിയിൽ ഇന്ന് ഇഡി ഈ ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ 100 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട തെളിവുകൾ കൈവശമുണ്ട് എന്ന് വാദത്തിനിടെ ഇഡി അവകാശപ്പെട്ടു. അതുപോലെ മദ്യ വിൽപ്പനക്കാരിൽ നിന്ന് ലഭിച്ച അഴിമതി പണം ഗോവയിലെ ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചതായും അതിലും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്ന അവകാശവാദങ്ങളൊക്കെ ഇഡി ഇന്ന് കോടതിയിൽ ഉന്നയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ച കോഴപ്പണത്തിന്റെ ഉത്തരവാദിത്തം പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ കെജ്രിവാളിന് തന്നെയാണെന്ന് ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SP രാജു കോടതിയിൽ കടുത്ത വാദങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും ഇഡിയുടെ ഈ ജാമ്യത്തെ എതിർത്തുള്ള വാദങ്ങളെല്ലാം മറികടന്നാണ് ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കാരണം അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായ കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഇത്തരത്തിൽ തെളിവുകൾ ഒന്നുമില്ല, ഈ ആരോപണങ്ങൾ മാത്രമാണ് എന്നുള്ള വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനാൽ തന്നെ ഇന്ന് കോടതിയും നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിൽ തെളിവുകൾ ഇല്ലാത്ത, അതായത് ഈ ഒരു അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിലൊരു കേസിൽ ഇനിയും തെളിവുകൾ ഉണ്ടാക്കാനായിട്ട് അത്തരത്തിൽ സമയം അനുവദിക്കാൻ പറ്റില്ല. കാരണം പരോക്ഷമായിട്ട് മറ്റ് തെളിവുകളൊന്നും ഹാജരാക്കാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു നിരീക്ഷണം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇതിന് പിന്നാലെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. 1 ലക്ഷം രൂപയുടെ ബോണ്ട് കെട്ടിവെച്ച് അല്ലെങ്കിൽ വ്യവസ്ഥയിലാണ് ഇപ്പോൾ ജാമ്യം. നാളെ ഈ നടപടികളെല്ലാം പൂർത്തിയാക്കി അരവിന്ദ് കെജ്രിവാളിന് പുറത്തിറങ്ങാൻ സാധിക്കും. എന്തായാലും പ്രധാനമായ ഒരു വിധി തന്നെയാണ് വിവരങ്ങൾ നൽകിയത്. ജാമ്യം ലഭിച്ച അരവിന്ദ് കെജ്രിവാൾ നാളെ ജയിലിൽ നിന്നും പുറത്തേക്കിറങ്ങും.